ചേച്ചിയുടെ ഒരു സാഹിത്യകാരി എന്ന നിലയിലുള്ള ആദ്യ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം കവിതയിലാണ്. ഒരു 6 വയസ്സിൽ ആദ്യം ഒരു കവിത എഴുതി. അത് സ്കൂളുകാർ ഉപയോഗിച്ചു. ഗവർണറുടെ ഭാര്യ വന്നു, മിസ്സസ് കേസി എന്നായിരുന്നു പേര്. അപ്പോൾ ആ സ്ത്രീ മാവിസ് കേസി വന്നപ്പോൾ വേറൊരു കുട്ടിയെ കൊണ്ട് അത് വായിപ്പിച്ചു. എന്നിട്ട് അവൾ എഴുതിയതാണ് വെള്ളക്കാരി എന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് തുടക്കം സാഹിത്യകാരിയായിട്ട്. ഈ കഥയും കവിതയൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപോലെ എഴുതുന്ന എഴുത്തുകാരിയാണല്ലോ ചേച്ചി. ചേച്ചിയുടെ സാഹിത്യ ജീവിതം എപ്പോഴാണ് ആരംഭിച്ചതെന്നൊന്ന് പറയൂ. ഞാൻ വിചാരിച്ചു പെൺകുട്ടികൾ എഴുതണം, അമ്മയെ അനുകരിച്ചു. അത്രമാത്രമേ അന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. അതൊരു സാഹിത്യം എന്ന ഒരു വാക്ക് തന്നെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ, കവിതയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ സാഹിത്യമാണ് എന്ന് എനിക്കറിയില്ല. തോന്നിയത് എഴുതണം. ഒരു ഡയറി എഴുത്ത് മാതിരിയായിരുന്നു എൻ്റെ എഴുത്ത്. പ്രേമത്തെ പറ്റി എത്ര എഴുതിയാലും മതി വരില്ല എന്ന് പറയാറില്ലേ? ആദ്യത്തെ പ്രണയ അനുഭവം ഒന്ന് പറയോ ചേച്ചി? പ്രണയമാണെന്ന് അറിയാതെ തന്നെ സ്നേഹിച്ചു പോയി. ഞാനൊരു 15 വയസ്സായപ്പോൾ ഒരു അടുത്ത കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഒരു 18 വയസ്സുകാരി, അവൾ എന്നോട് വളരെ സ്നേഹമൊക്കെ കാണിക്കും, പ്രകടിപ്പിച്ചു. അപ്പോൾ വാസ്തവത്തിൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. ആ കുട്ടിയായിട്ടുള്ള സംശയമൊന്നുമില്ല. ഒരു തവണ ഞങ്ങൾ ഒന്നിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവൾ എന്നെ ഒരിക്കൽ ചുംബിച്ചു. അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. ഒരു എൻ്റെ വീട്ടിലൊന്നും ജനിക്കാത്ത ഒരാൾ, എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മയൊന്നുമല്ല, ഒരു പെൺകുട്ടി എന്നെ ചുംബിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു നമ്മൾ ഒന്നിച്ച് താമസിക്കാം, ഒന്നിച്ച് വളരാമെന്ന്. പ്രേമത്തിനെ കണ്ടുമുട്ടാൻ കുറേ കാലം വേണ്ടി വന്നു ജീവിതത്തിൽ. പക്ഷേ സങ്കല്പിക്കും. ഈ ഗീതാ ഗോവിന്ദം വായിച്ച് ഡാൻസ് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പറ്റിയിട്ടും രാധയെ പറ്റിയിട്ടും പ്രേമത്തെക്കുറിച്ചും എല്ലാം എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ആലോചിച്ചാൽ തന്നെ അതൊരു ത്രില്ലാണ്. തന്നെയായിരുന്നു എൻ്റെ മാതൃകകൾ, കൃഷ്ണനും രാധയും. വരും വെള്ളിയാഴ്ച എന്നൊരു കവിത ചേച്ചി എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ അവൻ്റെ ശരീരത്തിൽ അലഞ്ഞ നിധികൾ തേടി എൻ്റെ കൈകൾ ഛേദിക്കുക, അവൻ്റെ ലാവണ്യം നുകർന്നു മതിവരാത്ത കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്നൊക്കെ ചേച്ചി എഴുതിയല്ലോ. പ്രേമത്തെക്കുറിച്ച് ഇത്ര വേറിട്ടൊരു ചിന്തയുണ്ടാകാൻ എന്താണ് ചേച്ചി കാരണം? പ്രേമിച്ചു പോയി. പിന്നെ ഇവിടുത്തെ നിലവിലുള്ള സദാചാര നിയമങ്ങൾക്ക് വിപരീതമായി ചിന്തിച്ചു, കുറച്ചൊക്കെ പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ പുതിയൊരു മതത്തിൽ ചേർന്നപ്പോൾ പുതിയ മതത്തിൽ എൻ്റെ ദൈവം എന്നോട് പൊറുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയതാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പ്രേമം പൊറുക്കപ്പെടും, വിദ്വേഷം പൊറുക്കപ്പെടില്ല, ക്രൂരത പൊറുക്കപ്പെടില്ല എന്ന് മനസ്സിലായി. പ്രേമമൊക്കെ ദൈവത്തിൻ്റെ പരിപാടി തന്നെയാണ്. ദൈവം ആണ് അതൊക്കെ ഉത്ഭവിപ്പിക്കുന്നത്. മനുഷ്യരൊക്കെ എത്ര ചെറിയ അണുക്കൾ മാത്രമാണ്. അതിൻ്റെ പിന്നിലൊക്കെ ഓരോ ചലനത്തിൻ്റെയും പിന്നിൽ ദൈവം തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ചേച്ചി, സ്വസ്ഥമായിട്ടും തുറന്നു എഴുതാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല എന്ന് ഒരുപാട് എഴുത്തുകാരികൾ പരാതി പറയുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ ഒരു പുരുഷനെയും ആശ്രയിച്ചിട്ട് ജീവിച്ചിട്ടില്ല. ഞാനൊരു 18 വയസ്സ് മുതൽ പണം സമ്പാദിച്ചു തുടങ്ങി. എഴുതി, കഥകൾ എഴുതും, രാത്രി മുഴുവൻ ഇരുന്ന് എഴുതും, കോളംസ് എഴുതും. അപ്പോൾ എനിക്കിപ്പോൾ ആരും ഒരു യജമാനൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കാരെയും ഭയപ്പെടാനില്ല എന്ന് തോന്നിയിരുന്നു. അതുകൊണ്ടായിരിക്കണം. എൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകളെല്ലാവരും അങ്ങനെയായിരിക്കണം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. എന്നാൽ നമുക്ക് ധൈര്യവും തന്നെ കൈവരും.
കവിതയാണോ കഥയാണോ ഇഷ്ടപ്പെട്ട ഏറ്റവും? കവിത. എന്തുകൊണ്ടാണ് കവിത? എനിക്കറിയില്ല, കവിതയാവുമ്പോൾ കുറച്ചും കൂടി അതിലൊരു സത്യത്തിൻ്റെ ധ്വനി. കഥയാവുമ്പോൾ നമുക്ക് പലതും എഴുതാം. ഏത് കഥയിലും സത്യത്തിൻ്റെ ഒന്നിച്ച് കുറേ മുക്കാൽ ഭാഗം മറ്റതും ഉണ്ടാവും. ചിലപ്പോൾ കാൽഭാഗം സ്വർണത്തിൻ്റെ കൂടെ എലോയ് എന്ന് പറഞ്ഞ പോലെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും കഥയിൽ. പക്ഷെ കവിതയിൽ അത് ഉപയോഗിച്ചാൽ കവിത ചോർന്നു പോവും. തീർച്ചയായിട്ടും കവിതയുടെ ക്വാളിറ്റി ചുരുങ്ങും. കവിതയുടെ ഒരു പത്രാധിപയായിട്ട് കുറച്ച് കാലമൊക്കെ ജീവിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് ശരിക്കുള്ള കവിത എന്താണെന്ന് മണത്ത് മനസ്സിലാക്കാൻ പഠിച്ചു. എനിക്ക് മനസ്സിലായി കവിതയിൽ എലോയ് ചേർക്കാൻ പാടില്ല, അത് തനി തങ്കാണ്. ഈ മലയാള സാഹിത്യത്തിലെ ചേച്ചിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു എഴുത്തുകാരിയോടോ എഴുത്തുകാരനോടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു എഴുത്തിനോട് പ്രത്യേക മമത വല്ലതും ഉണ്ടോ? എനിക്ക് അവരുടെ രചനകൾ ആശ്രയിച്ചിട്ടല്ല എൻ്റെ സ്നേഹം. എന്നോട് അവരുടെ പെരുമാറ്റം, സ്നേഹപൂർവം അവരെന്നോട് പെരുമാറിയോ എന്ന സ്നേഹം വരും. അപ്പോൾ പിന്നെ അല്ലാതെ രചനകൾ നോക്കി പ്രേമിക്കാൻ വയ്യല്ലോ, അല്ല സ്നേഹിക്കാൻ. ഇഷ്ടം എനിക്ക് വിജയലക്ഷ്മി ഇഷ്ടമാണ്. കഥകൾ ബഷീറിൻ്റെ കഥകൾ പോലെയൊക്കെ ഏതാണ്ടൊക്കെയാണ് നിങ്ങളുടെ എഴുത്തെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. വളരെ തുറന്ന് നിഷ്കളങ്കമായ എഴുത്ത്. ബഷീർ കഥകൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ? അധികമൊന്നുമില്ല. ബാല്യകാല സഖി, അതാണ് എനിക്ക് നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്നത്. സുഹ്റയുടെയും മജീദിൻ്റെ പ്രേമം, അതും എനിക്ക് പ്രേമസങ്കല്പത്തിന് ഒരു ശക്തി തന്നു. ആ കഥ എന്താണ് പ്രേമെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള സീൻ എന്താ, കാലുമ്മലൊരു കുരു വരണം, അത് പഴുത്ത അത് ചുംബിച്ചു പെൺകുട്ടി, അപ്പോൾ അത് പൊട്ടി. ഞാനതൊന്നും മറക്കില്ല എന്ന്. ബഷീറിനെ അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇതാ ഒരാൾക്ക് ശരിക്കും പ്രേമം എന്താണെന്ന് മനസ്സിലായി. അതുമാതിരി ഞാൻ എന്നോ പണ്ട് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരു ആരെഴുതിയെന്നും കൂടി അറിയില്ല, ശരിയെന്നാ പറയണ. ഒരു കുഷ്ഠരോഗിയെ ഒരു പെണ്ണ് സ്നേഹിച്ചിട്ട് അവൾ അയാളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഏതോ ഒരു ഇംഗ്ലീഷ് കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. വല്ലാണ്ട് മനസ്സിൽ തട്ടി. ഇങ്ങനെ അന്യരുടെ പ്രേമ സങ്കല്പങ്ങൾ ഒക്കെ എനിക്ക് ശക്തി തന്നു എൻ്റെ സങ്കല്പത്തിന്. സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് ചേച്ചിക്ക് എന്താ അഭിപ്രായം? സൗന്ദര്യ ആരാധിക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ദയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യം, സ്നേഹം, പ്രേമിക്കുമ്പോൾ സുന്ദരികളാവില്ലേ പെണ്ണുങ്ങൾ ആ പ്രേമകാലത്ത്, അപ്പോൾ പ്രേമം തീർച്ചയായും സൗന്ദര്യം വർദ്ധിപ്പിക്കും. വലിയ ദേഷ്യക്കാരും അകത്ത് വൈരവും അസൂയുള്ളവർക്ക് മുഖത്ത് ഭംഗി ഉണ്ടാവില്ലല്ലോ എവിടെ പോയാലും, അല്ലേ? എത്ര പണം കൊടുത്തിട്ടുണ്ട് പാർലറിൽ പോയിട്ടുണ്ട്. മനസ്സിൽ കാണിക്കാനാണ് ദൈവം നമുക്ക് മുഖം തന്നത്. അത്രയ്ക്ക് പെൺകുട്ടികളോട് ഞാൻ പറയാറുള്ളൂ, നല്ല സ്വഭാവമായിട്ട് നല്ല സ്നേഹത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ മുഖം ആളുകൾക്ക് നോക്കാൻ തോന്നും, അല്ലേ? ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ 8 വയസ്സാകുമ്പോൾ എന്നെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടു അച്ഛൻ, തൃശ്ശൂർ സെൻറ്റ് ജോസഫ്സ് ലാറ്റിൻ കോൺവെൻറ്റ്. അപ്പം എന്നിട്ട് അച്ഛനൊക്കെ കൽക്കട്ടയ്ക്ക് പോയി. ആ ബോർഡിങ് സിസ്റ്ററായിരുന്നു ഒരു. അന്ന് എനിക്ക് തോന്നി വെറുതെ ആണെന്ന്, ഒരു 50 ഉണ്ടാവുള്ളൂ. സിസ്റ്റർ ഫിലോമിന എന്ത് ലാളിക്ക് എന്നെയൊക്കെ വാത്സല്യം കാണിച്ച് എന്നോട്. അച്ഛൻ പോകണ സമയത്ത് കരഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ അവരുടെ മുഖം നോക്കിയപ്പോൾ എന്ത് ഭംഗിയാണ് മുഖം, മാലാഖമാരി. ആ വാത്സല്യം കാരണം, കുട്ടികളോട് സ്നേഹം. സിസ്റ്റർ ഫിലോമിന സ്ത്രീയായി ജനിച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? വളരൂടെ? നിങ്ങൾക്ക് സഹിക്കുമോ? അല്ലേ? എന്ത് ഭാഗ്യം. ഇപ്പോൾ ഇവർക്കൊക്കെ വളരണമെങ്കിലും ഇടാൻ പറ്റില്ല. ആളുകൾ വിചാരിക്കുന്ന അപംസകങ്ങളാണ്, അല്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ വളയിട്ട് കിൽക്കാം, മാല ഇടാം. സ്ത്രീയാണ് വലിയ ഭാഗ്യം തന്നെ, അല്ലേ? ചങ്ങല ഇടാം, നല്ല അരഞ്ഞാണുണ്ടാക്കിയിടാം, വേണമെങ്കിൽ കാതിലൊക്കെ ഇടാം. ഇപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, മാല ഇട്ടിട്ട് ബല്ല പർദ്ദയല്ലേ, മനസ്സിലായില്ലേ? മാലയൊക്കെ
ഒക്കെ എൻ്റെ പേരക്കുട്ടികളുടെയും എൻ്റെ മക്കളുടെയാണ് ആഭരണങ്ങൾ. പെൺകുട്ടികൾ പലരും ഒരു ശാപമായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ. ഭ്രൂണഹത്യയൊക്കെ ഒരുപാട് നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ? ആൺകുട്ടികളല്ലേ എനിക്ക് എത്ര പെൺകുട്ടികളുണ്ട്. ഓരോരുത്തരും വന്നിട്ട് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇവിടെ താമസിച്ചും പോകാറുണ്ട്. എനിക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിലും ക്ഷാമമില്ല. ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മക്കളാണെന്ന് ഞാൻ കരുതി അവർ വന്നും പോയി ഇരിക്കുന്നുണ്ട്. കേരളത്തിലും അവർ വരുന്നുണ്ട്. ചെറിയ പ്രായക്കാർക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ, മക്കൾ തന്നെ. അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എൻ്റെ ഗർഭപാത്രത്തിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഇവരൊക്കെ മക്കൾ തന്നെ. അമ്മ എന്ന് വിളിക്കുന്നു, ഇപ്പം ചിലർ ഉമ്മ എന്ന് വിളിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ലേ വരിക, അവരുടെ അമ്മയുടെ അടുത്ത് പോവില്ല. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി വന്നു അതിൻ്റെ അമ്മയും കൊണ്ട്. വന്ന ഉടനെ അത് കരഞ്ഞു തുടങ്ങി. ഒന്നും പറയില്ല, കെട്ടിപ്പിടിച്ച് കരയന്നെ. അവൾ ലക്ഷദ്വീപിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചോദിച്ചാൽ മടങ്ങും. എന്തിനാ മോളെ കരയണമെന്ന് ചോദിച്ചാൽ അവൾക്കും പറയാൻ അറിയില്ല. അവളുടെ ഉമ്മ പറഞ്ഞു, സാരമില്ല അമ്മ, സന്തോഷം കണ്ടാവും. എത്ര കാലം ഉമ്മനെ കാണാൻ. ലക്ഷദ്വീപുകാരി എവിടെ, ലക്ഷദ്വീപിലായാലും ഇവിടെ ആയാലും ബോംബെയിലായാലും പാരീസിലായാലും ഒക്കെ നമ്മളൊക്കെ ഒരുമാതിരി തന്നെ. സ്ത്രീകളുടെ മനസ്സ് കുറച്ച് സ്നേഹം കിട്ടാൻ ഇങ്ങനെ കൊതിച്ചുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി സ്നേഹം കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകും അല്ലേ. പിന്നല്ലേ ചിലർ പറയുന്നത് ഉപദേശം കൊടുക്കുന്നു, പെൺകുട്ടികളുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ പോകണ്ട, എന്നിട്ട് നിങ്ങളെ പീഡിപ്പിക്കും, അത് ചെയ്യും, കേസുകളൊക്കെ പേപ്പറിൽ വരും. എന്തോ അങ്ങനെ എനിക്കൊന്നും ഉപദേശിക്കാൻ വയ്യ, കഴിവില്ല ഈ കാര്യത്തിൽ. എന്താ വെച്ചാൽ പ്രേമം ഒരു മാസത്തിനേ ഉള്ളെങ്കിലും അത് അനുഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോട് അതിനെ മോശമാക്കി പറഞ്ഞിട്ട് ഒരു ഫലമില്ല. ആ കാലം അവൾക്ക് സ്വർഗജീവിതമായിരുന്നു. പിന്നെ എന്താ പറയുക അല്ലേ, എന്നും എന്ത് നിലനിൽക്കില്ലല്ലോ. ഒരു വേഗം വാടിപ്പോണ ഒരു ചെടിയാണ് ചിലർക്ക് പ്രേമം. അപ്പം നമ്മളതൊന്നും അത് മരിക്കാതെ എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒന്നും നമ്മുടെ കയ്യിൽ അവശേഷിക്കില്ല. എല്ലാം മാറും, എല്ലാം നഷ്ടപ്പെടും. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് ഒരു നേട്ടമുണ്ട്, ഒരു തരം സ്വാതന്ത്ര്യം. ഒന്നും എൻ്റേതല്ല എന്നുള്ളൊരു കാലം വരും, ഒരു നിമിഷം. ആദ്യം നമ്മൾ വിചാരിക്കുക ചെറുപ്പത്തിൽ ഈ പുസ്തകങ്ങൾ എൻ്റെയാണ്, ഞാൻ എഴുതിയത് എൻ്റെ പുസ്തകങ്ങളാണ്, ഞാൻ പ്രസവിച്ച കുട്ടികൾ എൻ്റെയാണ്, ഞാൻ കല്യാണം കഴിച്ച ആൾ എൻ്റെയാണ്. ചിലർ വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയ വീട് എൻ്റെയാണ്, മേശ എൻ്റെ. ഒന്നുമില്ല. അവസാനം ഓരോന്നായിട്ട് നഷ്ടപ്പെട്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് പരിപൂർണത വന്നു ചേരും. പ്രേമവും ഒരു വഴിയാണ് അവസാന നിമിഷത്തിലേക്ക് പ്രേമവും ഒരു പാത ഒരുക്കാം. ചിലർ പാണ്ഡിത്യം കൊണ്ട് വായിച്ച് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ചവച്ചിറക്കി അവർ ജീവിക്കും. ഒരു വഴി ദൈവം പാണ്ഡിത്യത്തിലൂടെ കാണിച്ചു കൊടുക്കുമോ എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഒരിക്കലും പണ്ഡിതയായിരുന്നില്ല, പണ്ഡിതയാവാൻ മോഹിച്ചിട്ടുമില്ല. എനിക്ക് വയ്യാത്ത ഭാരങ്ങൾ ഞാൻ എടുക്കാറില്ല. എൻ്റെ ബുദ്ധിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനത് തലയിലേക്ക് ഏറ്റില്ല. ചില പുസ്തകങ്ങൾ ചിലർ ചോദിക്കും, നിങ്ങൾക്കത് വായിച്ചൂടെ? ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങളുടെ ശരീരത്തിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാം. ശരീരത്തിനെ മറന്ന് എഴുതാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ വിരൽ എഴുതുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശരീരവും ഉപകരിക്കും രചനകൾക്ക് എന്നെനിക്ക് തോന്നുക. സന്ദേശങ്ങൾ അയക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും ആവശ്യം വരും. അതുകൊണ്ട് ചിന്ത എന്ന് പറഞ്ഞാൽ തലയുടെ അകത്തുനിന്ന് മാത്രമല്ല, ശരീരത്തിൽ നിന്ന്, രക്തധമനികൾ കൊണ്ട്, എല്ലുകൊണ്ട്, മജ്ജ കൊണ്ട് ഒക്കെയാണ് നമ്മൾ ചിന്തയുടെ അവസാനം കണ്ടെത്തുന്നത്. എല്ലാം അനുഭവിച്ച് തീർക്കുക. എന്നോട് പണ്ട് ചോദിച്ചിരുന്നു, പോയിട്രി എഡിറ്ററൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പോയിട്രി മണത്തറിയണേ?
ശരീരം കൊണ്ട്. ശരീരം ഇല്ലാത്തൊരു പത്രാധിപയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല ഏതാ കൃത്രിമ പോയിട്രി കവിത ഏതാ നല്ലതെന്ന്. ഇത് ശരീരത്തിൽ രോമാഞ്ചം വന്നിട്ടിങ്ങനെ രോമം എണീറ്റ് നിൽക്കും, തണുപ്പ് തട്ടി പെട്ടെന്നൊരു കാറ്റടിച്ച മാതിരി നല്ല കവിത വായിക്കുമ്പോൾ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറയും അതാണ് കവിത. മറ്റേക്ക് ചെറിയത് അത് ആരിപ്പോൾ ബാക്കിയുള്ളവർ വായിക്കുമ്പോൾ ഇതാണോ കവിത എന്ന് തോന്നും. എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ പ്രാസമൊപ്പിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ വാക്കുകൾ എന്നൊക്കെ പറയും. മാധുര്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. മാധുര്യമുള്ള വാക്കുകൾ കവിതയ്ക്ക് അത്യാവശ്യമല്ല. ചിലപ്പോൾ ആ വാക്കുകൾ വഴിതെറ്റിക്കും നമ്മുടെ മനസ്സ്. മാധുര്യമുള്ള കാഴ്ചകളും നമ്മളെ വഴിതെറ്റിക്കും. കവിത മന്ത്രങ്ങളൊക്കെ മാതിരിയാണ്, അതിൽ മാധുര്യം ചേർക്കാൻ ശ്രമിക്കരുത്. അതിൽ ഇപ്പം ഞാൻ വളയിടണ പോലെ കവിതയ്ക്ക് ഞാൻ സ്വർണ്ണവള ഇടരുത്. കവിത നഗ്ന ശിശുവാണ്. നഗ്ന ശിശുവിൻ്റെ ആ ഭംഗി അതാണ് കവിതയ്ക്ക് വേണ്ടത്. ആ ഭംഗിക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല ശിശുവിനെ അറിയും കൂടിയില്ല ശിശുവിന് സൗന്ദര്യമുണ്ടെന്ന്. നമുക്കറിയാം. എഴുതുന്ന എല്ലാ കവിതയിലും ഒരു ആത്മാംശം ഉണ്ടല്ലോ അല്ലേ? പിന്നെ എങ്ങനെ എഴുതുക കവിതയിൽ? ആത്മാവാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് കവിത എഴുതേണ്ടി വന്നു. കവിതയിൽ കൂടി മാത്രമേ എനിക്ക് ഒരു ജനലിൽ കൂടി നോക്കുന്ന പോലെ കമലേ ഇതാണ് നിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ എൻ്റെ വിചാരം ആത്മാവില്ല, ഈ ശരീരം, പണ്ട് നീന്തി കളിച്ചിരുന്ന ശരീരം, ടെന്നീസ് കളിച്ച ശരീരം, ഇപ്പം തളർന്ന ശരീരം, ഇതാണ് നല്ല ആ വാതിലും തുറക്കും ആണ് ആത്മാവ്. പക്ഷെ സാധാരണ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയാലും നമുക്ക് അവാർഡ് കിട്ടണമെന്നില്ല. ജനങ്ങളുടെ ശരിയാണ്. എനിക്ക് സ്നേഹം കിട്ടുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര പോയില്ലല്ലോ, എനിക്ക് വയ്യ. ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ. ഇവിടെ ആര് വേണമെങ്കിലും ഇവിടെ വന്ന് കൊടുന്ന് തന്നോട്ട് റിസീവ് ചെയ്യും, പോവില്ല. ഇനി എനിക്ക് പബ്ലിക് മീറ്റിങ്ങിനൊന്നും പോകാൻ വയ്യ. അതുകൊണ്ടല്ലേ കാർത്തികേയൻ ആ പത്ര കോൺഫറൻസൊക്കെ ഇവിടെ വെച്ചു. ഇവിടെ പുറത്ത് എനിക്ക് വരാം, അതുവരെ എനിക്ക് സൈക്കിളും വീൽ ചെയറൊക്കെ ആയിട്ട് അവിടെ ഇവിടെ പോകാൻ വയ്യാതെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പം അത്ര വലിയ പ്രൊട്ടസ്റ്റ് കേട്ട സ്ഥിതിക്ക് പോകാൻ പാടില്ല. എനിക്ക് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ വധഭീഷണി കൂടിയിരിക്കുക. അതുകൊണ്ട് സ്വന്തം പ്രൈവറ്റായിട്ടൊരു സെൻറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മക്കൾക്ക് സേരാവാൻ. ഫോൺ പോലീസുകാർ പറഞ്ഞിട്ട് ഇങ്ങനെ പാനൽ വെച്ചിട്ടുണ്ട്, ആരാ വിളിക്കണമെന്നറിയാൻ. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഞാൻ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് പോയാൽ എന്നെ അവിടെ വെച്ചിട്ട് കൊല്ലാൻ 100 ആളുണ്ടാവും. ഞാൻ വയസ്സായി, കുറേ ജീവിച്ച് തീർത്തു, സന്തോഷം അനുഭവിച്ച സ്ത്രീയാണ്, പോയിക്കോളാം. പക്ഷെ ചെറുപ്പക്കാരെയൊക്കെ കൊന്നാലോ? ഒരു ബോംബ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല മരിക്കുക, ബാക്കിയുള്ളവർ മരിക്കൂലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലേ, മോഹം ഉണ്ടെങ്കിൽ തരട്ടെ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് എനിക്കിപ്പോൾ അതിൻ്റെ ത്രില്ല് പോയി. എന്ത് പുരസ്കാരം, എല്ലാവരും ചീത്ത പറയുകയാണെങ്കിൽ തരണ്ട അല്ലേ? വിചാരിക്കുക. പക്ഷെ ഞാനങ്ങനെ ഒരു ഹിന്ദുക്കളെ വെറുപ്പിക്കാൻ ഒന്നും ചെയ്തു എന്ന് എനിക്കറിയില്ല, അറിയില്ല. ഹിന്ദു മതം ഒക്കെ കുറച്ചറിയണ ആൾ തന്നെയാണ് ഞാനും അല്ലേ? അല്ല പറയാം. ഈ ഒരുപാട് വിശ്വസാഹിത്യത്തിൽ തന്നെ നല്ല സംഭാവനയൊക്കെ ചെയ്തു. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇത്രയും സംഭാവന ചെയ്തിട്ട് ജന്മനാട്ടിൽ പലപ്പോഴും അങ്ങനെയല്ലേ ഒരു വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം അതാണ് ഞാൻ പുറത്ത് പോകാണ്ട് അകത്തന്നെ കഴിയുന്നത്. സമൂഹത്തിന്റെ ഇതിൽ പറ്റിയ ഒരാളെല്ലാം തോന്നിയിട്ടുണ്ട്. അതെപ്പോഴും തോന്നും. ഞങ്ങൾക്ക് നിവൃത്തിയില്ലേണ്ട ഞങ്ങൾ ഇവിടെ വന്നത്. ബിക്കോസ് പണം സമ്പാദിച്ചു കൂട്ടാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിനും എനിക്കും. എനിക്ക് കിട്ടിയൊക്കെ ദാനം ചെയ്യും. അപ്പോൾ വെറുതെ ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, സൂക്കടുള്ളവരെ മാറ്റുക, അങ്ങനെ പണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് ബോംബെയിൽ വെക്കാൻ ഉള്ള 1.5 ലക്ഷം കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തീരെ മോഹം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ഇവിടെ വരാൻ.
എന്താ വെച്ചാൽ അവിടെ എനിക്ക് കിട്ടുന്ന മാന്യത കിട്ടില്ല. അവിടെ ഞാനൊരു സ്ഥാപനം നടത്തി വരികയായിരുന്നു. ബഹുതാന്ത്രിക റൈറ്റേഴ്സും കലാകാരന്മാരും പാട്ടുകാരും ഡാൻസുകാരൊക്കെ മാസത്തിലൊരിക്കൽ മീറ്റ് ചെയ്ത് നാടകവും അതൊക്കെ നിർത്തി വെറുതെ ഒരു പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിയായിട്ട് ഇവിടെ വന്ന് കൂടാൻ വിഷമം തോന്നി എനിക്ക്. പിന്നെ ദാസേട്ടൻ പറഞ്ഞു, എന്താ ചെയ്യാം മോളെ, നമ്മൾ ഈ പണമൊക്കെ അത് ശരി ആ സ്ഥാപനത്തിന് വേണ്ടി ചില കുട്ടികൾക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പണം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയായിട്ട് അപ്പോൾ എനിക്ക് വീടായിട്ട് കെട്ടാനൊന്നും പൈസ ഉണ്ടായില്ല. കുറേ ആളെ സഹായിച്ചു, അത് ശരിയാണ്. അത് എന്നിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഇവിടെ താമസിച്ചു. പിന്നെ പണം എന്താണെന്നൊക്കെ മനസ്സിലായി. മൂപ്പര് വേറെ ഒരു സ്ഥാപനത്തിൽ ജോലി എടുത്ത് തുടങ്ങി. ഞങ്ങൾ വിദേശത്ത് പോയി. അപ്പോഴും പണം ഉണ്ടാക്കി ചോദിക്കും, എന്താ വേണ്ടത്, മാല മറ്റോ വാങ്ങണോ, പണം തരാം. അപ്പോഴും എനിക്ക് ആകെ ഒരു ലഹരിയായിരുന്നു ഈ കൊടുക്കൽ പറഞ്ഞ. ആ ലഹരി കാരണമായിരിക്കാം ഞാൻ മുസ്ലിമായിപ്പോൾ എനിക്ക് വളരെ ഈ റോള് പിടിച്ചത്. ബിക്കോസ് ഇതിൽ മുസ്ലിം ആവണമെങ്കിൽ സക്കാത്ത് ശീലിക്കണം. 2.5% അവർ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പകുതിയെങ്കിലും കൊടുക്കുന്നുണ്ട്, എന്ത് കിട്ടിയാലും. അപ്പോൾ അതാണ് ശീലിച്ചു. അവസാനം എനിക്ക് 3/4 കൊടുക്കണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൊടുക്കണമെന്നുണ്ട്. എനിക്ക് ആവശ്യമില്ലാണ്ട് വരില്ലേ ഒരു കാലം. എന്താ എനിക്കൊക്കെ അധികം ആവശ്യം? പരാതിയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ കഴിയുന്നു അല്ലേ, സുഖമായിട്ട് കഴിയുന്നു. ആരോടാ പരാതി പറയാം? പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ ദേഷ്യം കാണണമെന്ന് എനിക്ക് തോന്നും, ഇത്ര വെറുക്കേണ്ടിയിരുന്നില്ല, ഞാൻ ആരാന്ന് അവർക്ക് മനസ്സിലാവേണ്ടിയാണ്. അല്ലേ, ഇത്ര ചീത്ത സ്ത്രീ ഒന്നുമല്ല, അതപ്പതിച്ച സ്ത്രീ ഒന്നുമല്ല. വെറുതെ ഓരോരുത്തർ ക്രൈം ഇങ്ങനെ ഓരോ മാസികൾ തമാശയ്ക്ക് വേണ്ടി എഴുതുക. ആരെങ്കിലും എഴുതണ്ടേ? ഞാൻ മരിച്ചു പോയതിന് ഏത് സ്ത്രീനെ പിടിച്ചിട്ടും അങ്ങനെ കൊടയെ അറിയില്ല. എന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരാളെ കേരളത്തിൽ കിട്ടുമോ? ഒരു നോക്ക് കുത്തിയേക്ക് എനിക്ക് തോന്നുന്നില്ല. എന്ത് കേട്ടാലും ഞാൻ കൂസല്ലാണ്ടിരിക്കുന്നുണ്ട്. തേടിച്ച് ഇത് വിളിച്ചാലും ആയിക്കോട്ടെ വിളിച്ചോട്ടെ. എന്നുവെച്ചാൽ എനിക്ക് കൂസലില്ലാത്ത ഞാനല്ലാത്തതുകൊണ്ടാണ് അല്ലേ. എന്നെ കുഷ്ഠരോഗി എന്ന് വിളിച്ചാൽ എനിക്കെന്താ കൂസൽ? കുഷ്ഠമില്ല എനിക്ക്. കുഷ്ഠരോഗികളെയൊക്കെ പോയി കാണാറുണ്ട്, തൊടാറുണ്ട്, അത് വേറെ കാര്യം. പിടിച്ചിട്ടില്ല. ആരോണ്ട് എന്നോട് പറഞ്ഞു, ഇംഗ്ലണ്ടിൽ പോയി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത്ര ഞാൻ എയ്ഡ്സ് കിട്ടിയിരിക്കും. എങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി പ്രസംഗിച്ചു കവിത ചൊല്ലിയ എയ്ഡ്സ് കിട്ടുക? ഞാൻ ഓരോരുത്തർ പറഞ്ഞ് പരക്കത്ത്. പിന്നെ ഇവിടെ ഒരു പാവം ഒരു നല്ല ഉദ്യോഗസ്ഥൻ്റെ പരമശുദ്ധനായിട്ട് ഒരു IAS കാരൻ. അദ്ദേഹം പറയാം, ചേച്ചി പേടിക്കണ്ട, ഞാനും ഇംഗ്ലണ്ടിൽ പോയി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എയ്ഡ്സ്. അത് അദ്ദേഹം സൂക്കടൊക്കെ മാറി. സൂക്കടല്ല, മെലിഞ്ഞിട്ടേ ഭക്ഷണം നന്നാവണ്ടേ, പച്ച മാംസമൊക്കെ അവിടെ കിട്ടുക. മടങ്ങി വന്ന് നല്ല ഭാര്യയുടെ ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ ആള് ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞത്, നമ്മൾ കണ്ട വല്ല രോഗിയെ തോന്നുക. രോഗിയാണ്, ഹൃദ്രോഗിയാണ്. ശരിയാ, കുറേ കാലമായി, 37 കൊല്ലമായി. അതിങ്ങനെ കൂടില്ലേ വയസ്സാകുമ്പോൾ? ഇത്രയേ ഉള്ളൂ, യന്ത്രത്തിൻ്റെ പഴക്കം, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും എന്നെ പേടിപ്പിച്ചിട്ട് ഫലമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് വാസവദത്ത എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായത്. എന്ത് ഭംഗിയുള്ള ക്യാരക്ടറാണ്, പാവം അല്ലേ. അയ്യോ, എനിക്ക് വളരെ എന്നോട് ചിലർ വന്ന് ചോദിക്കുക, പത്രമൊക്കെ ആയിട്ട് എന്താ ചേച്ചി പറയേണ്ടത്, ഇതിന് ഉത്തരം കൊടുക്കണ്ടേ, എന്താ? ഞാൻ പറഞ്ഞു, ഭയങ്കര അഭിമാനം തോന്നുന്നു എനിക്ക്. എന്നെ പിടിച്ച് വാസവദത്തെ എന്തൊരു നല്ല സ്ത്രീ, ഉപഗുപ്തനെ പ്രേമിച്ചു. അപ്പോൾ ആ ഉപഗുപ്തൻ സന്ദേശം അയച്ചു, ഇല്ല സമയമായിട്ടില്ല, ഞാൻ വരാം, പക്ഷെ ഇപ്പം സമയമായിട്ടില്ല. എന്നിട്ട് അവളുടെ ഒരു കാത്തിരിപ്പാണ്. അത് കാത്തിരിപ്പുകളൊക്കെ രാധയുടെ കാത്തിരിപ്പാണ് എൻ്റെ കണ്ണിൽ, ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടുള്ള. അതുമാതിരി കാത്തിരുന്ന് അവളെയൊക്കെ ആരോ ശിക്ഷിച്ച് മാംസപിണ്ഡം മാത്രമായി, തലയും ശരീരവും ബാക്കിയൊക്കെ മുറിച്ച് ചുടലക്കാട്ടിൽ കൊണ്ടിട്ടപ്പോൾ അയാൾ വരികയാണ്. തനി എന്താ പറയണ്ടേ, ഈ മെയിൽ സുപ്രീമസി, പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകമായിട്ട് സന്യാസി ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇപ്പോൾ സമയമായി എന്ന്. പരമദുഷ്ടൻ. പ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഭാഗ്യം ഉപഗുപ്തനും ഉണ്ടായില്ല. എനിക്ക് പാവം തോന്നുക അയാളെ, വാസവദത്തയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, വലിയ ഇൻസൾട്ടായിട്ട് എടുക്കണം വാസവദത്തയായിട്ട് ഉപമ. അപ്പോൾ എന്തൊക്കെയോ അവൾക്ക് ആദ്യകാലത്ത് കുറേ പണം ഉണ്ടാക്കി എന്തോ പണിയുണ്ടായിരുന്നു, അത് പൈസക്കാരെ കാണുക പറ്റും. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തിനാ അല്ലേ. ഞാൻ പേര് വലിയ ഇഷ്ടമാണ്, വാസവദത്ത അല്ലേ. കഥ ഇഷ്ടമാണ്, പ്രേമകഥകളൊക്കെ ഇഷ്ടമാണ്. പ്രേമകഥകളിലത്തെയൊക്കെ ഹീറോയിന്മാർ എന്നെ താരതമ്യപ്പെടുത്തി എനിക്ക് സന്തോഷമുള്ളൂ, ദേഷ്യമൊന്നുമില്ല അല്ലേ.
എൻ്റെ സ്വഭാവം എൻ്റെ കൂടെ താമസിക്കുന്നവർക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. മലയാളികൾക്ക് മാതളപ്പൂവിൻ്റെ മണം അനുഭവിപ്പിച്ച കമല സുരയ്യ. ഈ സ്നേഹഗായികയ്ക്ക് വാക്കുകൾ എന്നും നന്മയുടെ പൂമരമാണ്. വാക്കുകൾ വരുന്നതാകട്ടെ പ്രാണനിൽ നിന്നും. പ്രാണന്റെ പ്രാണനായ കവിതയെ ഒരു നഗ്ന ശിശുവിനെ പോലെ വാത്സല്യം നൽകി ഓമനിച്ച് മതിവരാത്ത ഈ സർഗചേതന നമുക്കൊരു നിധിയാണ്. കമലയുടെ വാമൊഴികൾ, വരമൊഴികൾ ആഴക്കടലിലെ മുത്താണ്. അവർ പറഞ്ഞു, സ്നേഹത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഒരു വിചിത്ര ഭാഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എൻ്റെ സ്നേഹം കാട്ടുതേൻ പോലെയാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ക്ലാവ് പിടിച്ച സമൂഹ മനസാക്ഷിക്ക് മുൻപിൽ ഈ എഴുത്തുകാരിയുടെ വെളിപാടുകൾ ശക്തമായ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്ന വേളയിൽ ഉൾക്കിടിലത്തോടെ സ്വത്തും തേടുന്ന കാപട്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകൾ പ്രദാനം ചെയ്യുന്നു. അലിഖിത നിയമങ്ങളോടും അവയിലെ അനീതിയോടും പൊള്ളത്തരങ്ങളോടും സദാ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകാരി താൻ ആരാണെന്ന അന്വേഷണത്തിന് ഇങ്ങനെ ഉത്തരം നൽകുന്നു: സ്വന്തം പരിമിതികളെ മറന്നൊഴുകുന്ന ഒരു നദിയാണ് ഞാൻ. എപ്പോഴും ക്രൂശിക്കാൻ മാത്രം അറിയുന്ന സമൂഹത്തോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെ: കാരുണ്യവാനെ, ഇനിയെങ്കിലും കാരുണ്യം എന്നോട് കാട്ടരുത്. ശിക്ഷയ്ക്ക് യാചിക്കുന്ന ദാസിയാണ് ഈ സുരയ്യ. അതെ, സുരയ്യ പാടിക്കൊണ്ടേയിരിക്കും കുയിലിനെ പോലെ. ഒരെപ്പിസോഡിലല്ല, 1000 എപ്പിസോഡിൽ പോലും ഒതുങ്ങാത്ത ഈ പ്രതിഭയെ പെൺമലയാളം എങ്ങനെ വരവേൽക്കും? ഞങ്ങൾക്ക് ഒരു രൂപവുമില്ല.